നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. പക്ഷെ അത് നടക്കില്ല. എല്ലാം എൻ്റെ മോളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവളെ ചതിക്കാനായിരുന്നു അല്ലേ? ഗോപൻ ഇനിയൊരു വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ നിധിയെ ആയിരിക്കും. വിനോദിന് അയാൾ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തോന്നി. ശശിധരൻ അവരെയൊക്കെ നന്നായി ഉപയോഗിച്ചു. അതുതന്നെയായിരുന്നു വാസ്തവം. ശാരിയെ ഒഴിവാക്കാൻ ഇവരുടെയൊക്കെ സഹായം അയാൾക്ക് അത്യാവശ്യമായിരുന്നു. എത്ര രൂപയാ നീ ചോദിക്കുന്നത്? 10 കോടി. സമ്മതം. ഒരു എസ്റ്റേറ്റ് കൂടി. ഇത്രയൊക്കെ ചോദിക്കുന്നത് കൊള്ളാം. പക്ഷെ അവളെ നീ വിവാഹം ചെയ്യണം. അതെനിക്ക് വിട്ടേക്ക്. ശാലുവിനെ ഇനി എന്തായാലും കിട്ടില്ല. ശാരി മതി. പണം ആദ്യം തരാം. എസ്റ്റേറ്റൊക്കെ വിവാഹം കഴിഞ്ഞ്. ശരി. ഇതത്ര എളുപ്പമല്ല. അവൾ നിന്നെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുമോ? അവൾ എന്നെ പണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്നേഹം ഇപ്പോഴും കാണും. എനിക്കറിയില്ല അതൊന്നും. അവൾ നിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാകണം. അതിന് പറ്റുമോ? പറ്റും. എൻ്റെ ഒരു ഡയലോഗ് മതി അവൾ വീഴാൻ. ഇന്ന് മുതൽ നീ ഇപ്പോഴും അവളെ കാണാൻ പോകണം. പരമാവധി സംസാരിക്കാൻ നോക്കണം. ഒരു രീതിയിലും അടുത്തില്ലെങ്കിൽ ബലപ്രയോഗം. അറിയാം. എൻ്റെ പേര് ഒരിടത്തും കൊട്ടി ഘോഷിക്കരുത്. ഇല്ല. ഗോപനെ അറിയാലോ. സത്യം അറിയാൻ അവനും ഇറങ്ങും. സൂക്ഷിച്ചു വേണം നീ നീങ്ങാൻ. അത് ഞാൻ നോക്കിക്കോളാം. ഇരുവരും ഒരു കോഫി ഷോപ്പിലായിരുന്നു. അവര് ഇരുന്ന ഭാഗത്തിൻ്റെ കുറേ അങ്ങ് മാറി ഒരു പത്രം പിടിച്ച് അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ശശിധരൻ കുറേ നേരം അവിടെ ഇരുന്നില്ല. ഫോൺ വഴിയുള്ള വിളി വേണ്ട. അത്ര അത്യാവശ്യമാണെങ്കിൽ വിനോദിനോട് സംസാരിച്ചാൽ മതി. പിന്നെ 1 മാസം. അത് കഴിഞ്ഞിട്ടും ശാരിയെ അടുപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ അത് ഓർത്ത് പേടിക്കേണ്ട. ഒരാഴ്ച മതി എനിക്ക്. ശരി. ഇനി മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ സാർ. ഇരുവരും പെട്ടെന്ന് തന്നെ പിരിഞ്ഞു. അവര് പോയെന്ന് ഉറപ്പായപ്പോൾ മഹി പത്രം മടക്കി. എന്തോ ഉണ്ട്, അവൻ സ്വയം പറഞ്ഞു. ഇവനായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? ചോദിച്ചാൽ സത്യം പറയില്ല. ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. മഹിയുടെ ഉള്ളിൽ സംശയങ്ങൾ ഇരട്ടിച്ചു. ഉപ്പു മുതൽ കർപ്പൂരം വരെ വാങ്ങണം. ഗോമതിയും ശാരികയുമാണ് കടയിലേക്ക് ഇറങ്ങിയത്. അവൾക്ക് പ്രയാസമായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ. ഞാൻ വരാം അമ്മേ. ശാരി ഇവിടെ നിൽക്കട്ടെ? ശാന്തി വീണ്ടും പറഞ്ഞു. വേണ്ട. ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ളതാണ് നമുക്ക്. എന്നായാലും പുറത്തിറങ്ങേണ്ടേ? അത് ഇന്ന് തന്നെ ആകാം. അമ്മ പറഞ്ഞത് തന്നെയായിരുന്നു ശരി. അമ്മയിലെ മാറ്റം ഇരുവരെയും ശരിക്കും ആശ്ചര്യപ്പെടുത്തിയിരുന്നു. അമ്മ ഉള്ള ധൈര്യത്തിൽ അവളും പോകാൻ തന്നെ തീരുമാനിച്ചു. ഇരുവരും നടന്നു. ഇവളുടെയൊക്കെ തൊലിക്കട്ടി. അതായിരുന്നു ആദ്യത്തെ കമന്റ്. അതും തൊട്ടടുത്ത വീട്ടിൽ നിന്നും. ഇനി എത്ര കേൾക്കാൻ കിടക്കുന്നു. പോകുന്ന വഴി മുഴുവൻ ആളുകളുടെ ശ്രദ്ധ അവരിലേക്കായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ദേഷ്യമായിരുന്നു. സഹതാപം മേടിച്ചു കൂട്ടി അവസാനം അവള് ഏതോ 2 അമ്മമാര് പറഞ്ഞു, ഇവളെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടണം. പിന്നെ ഓരോന്നോരോന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി കടക്കാരൻ നമുക്ക് ഒന്നും തരില്ലെന്ന് പറയുവോ? അവൾ അമ്മയോട് ചോദിച്ചു. ഇല്ലെങ്കിൽ വേറെ കടയിൽ പോകാം. വീണ്ടും നടത്തം തുടർന്നു. കുറച്ചു ദൂരം നടക്കണം കടയിലെത്താൻ. ഏതാണ്ട് എത്താറായി. അങ്ങ് ദൂരെ നിന്നും അവൾ അവന്റെ കാറ് കണ്ടു. കടയുടെ മുമ്പിൽ ഗോപന്റെ കാറ് ഉണ്ടായിരുന്നു. അമ്മേ, അത് അവരുടെ കാറാണ്. അവൾ ശരിക്കും പരിഭ്രമിച്ചു. അതിന് നീ പേടിക്കുന്നതെന്തിനാ? എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ? അറിയില്ല. എന്തായാലും നേരിടാം. ഗോപൻ കടയുടെ പുറത്തുണ്ടായിരുന്നു. അവൻ ആരെയോ ഫോണിൽ വിളിക്കുകയാണ്. ശാരികയും അമ്മയും അങ്ങോട്ട് ചെന്നു. അവൻ അവളെ കണ്ടു. ഇരുവരും ഒന്ന് നോക്കി. പിന്നെ അവൾ മുഖമെടുത്തു. അവനോട് ദേഷ്യമായിരുന്നു അവൾക്ക്. ഗോപൻ അപ്പോഴും അവളെ തന്നെ നോക്കി. അതും ദേഷ്യത്തോടെ ആയിരുന്നു. കടക്കാരൻ ഇനി ഒന്നും തരില്ലെന്ന് പറയുവോ? അവളുടെ അന്നേരത്തെ ചിന്ത മുഴുവൻ അതായിരുന്നു. അമ്മ കടയുടെ അകത്തേക്ക് കയറിപ്പോയി. അവൾ പുറത്തു തന്നെ നിന്നു. അവനും അവിടെ തന്നെ നിന്നു. ഒരു വഴക്ക് കാണാൻ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ആഗ്രഹിച്ചു ആ നിമിഷം. എന്നാലും എൻ്റെ പെണ്ണേ, നീ ഇത്രയും മനക്കെട്ടിയുള്ളവളായിരുന്നോ? ഏതോ ഒരു മുത്തശ്ശൻ പറഞ്ഞു. പാവത്തെ പോലെ ഇരുന്ന് ആ പാവം ഗോമതിയെ നീ. എന്നിട്ടും നിന്നെ വെറുതെ വിട്ടില്ലേ ആ വീട്ടുകാര്? നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളെ ഒന്നും നാട്ടിൽ നിർത്താൻ പറ്റില്ല. അവരെല്ലാവരും കൂടി അവളെ വളഞ്ഞു. അമ്മ ആണെങ്കിൽ അകത്തേക്ക് പോവുകയും ചെയ്തു. നിന്നെയൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയോ അവര് പറഞ്ഞു. ശാരിക പതിയെ അകത്തേക്ക് കയറി. ആദ്യം അത് ചെയ്താൽ മതിയായിരുന്നു. അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി. ഭർത്താവ് ഇരിക്കെ ഒരുത്തന്റെ കൂടെ. ഛേ, പിഴ. ബാക്കി അയാൾ പറഞ്ഞില്ല. ഗോപൻ അയാളെ തുറിച്ചു നോക്കി. അല്ല മോനെ, അവളെയൊക്കെ അതല്ലേ വിളിക്കേണ്ടത്. ഞാൻ നിൽക്കെ ഈ സംസാരം വേണ്ട. ഈ കാര്യത്തിൽ നിങ്ങളാരും ഇത്ര വിഷമിക്കുകയും വേണ്ട. അവൻ തീർത്തും പറഞ്ഞു. ഓ. അവൻ പറഞ്ഞത് ആർക്കും പിടിച്ചില്ല. സാധനങ്ങളെല്ലാം മേടിച്ചു. അവൾക്ക് ഗോപൻ പുറത്തുള്ളത് കൊണ്ട് അതുവഴി പോകാൻ മടിയായിരുന്നു. പക്ഷേ പോയല്ലേ പറ്റൂ. അവൾ അമ്മയോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഗോമതിക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ ചോദിക്കും? ഇരുവരും അവനെ കടന്നുപോയി. അല്പം നീങ്ങി. പിന്നെ പെട്ടെന്ന് അമ്മ നിന്നു.
അവർ തിരിഞ്ഞ് ഗോപനെ നോക്കി. പിന്നെ ചോദിച്ചു, ഗോമതിക്ക് കുറവായോ? അവർ അങ്ങനെ ചോദിക്കുമെന്ന് ആരും കരുതിയില്ല. അതിനുള്ള ധൈര്യം അവർക്കുണ്ടായി. ഗോപൻ ആദ്യം മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട്. കുറവായിട്ടില്ല, അവൻ മറുപടി പറഞ്ഞു, അല്പം താല്പര്യമില്ലാതെ. മറുപടി കേട്ടുകഴിഞ്ഞ് അമ്മ തിരിഞ്ഞു. പിന്നെ അവിടെ നിന്നും പോയി. അമ്മയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. പോകുന്ന വഴിയിൽ അവൾ പറഞ്ഞു, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? പിന്നെ ഒരു കാര്യം കൂടി മോളെ. എന്താ? നിധിയാണ് എല്ലാത്തിനും പുറകിലെന്ന് തെളിയിക്കണ്ടേ? അത് നിന്റെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വേണം, പക്ഷെ എങ്ങനെ? ആലോചിക്ക്. അങ്ങനെ എല്ലാ പഴിയുമേറ്റ് ജീവിക്കേണ്ട കാര്യം നിനക്കില്ല. സ്വസ്ഥതയില്ലാതെ നിധി മുറിയിൽ തന്നെ ഇരുന്നു. കണ്ട വാർത്ത വേഗം തന്നെ അവളെ അറിയിക്കാൻ ഓടിപ്പിടച്ച് വന്നതായിരുന്നു മഹി. നിധി! കാലൻ വന്നു. അവൾ പിറുപിറുത്തു. നിധി! എന്താ? ഏതു നേരവും ഒരു നിധി. നിനക്ക് എന്താ വേണ്ടത്? സമാധാനം തരില്ലേ? അവൾ ശരിക്കും ദേഷ്യപ്പെട്ടു. എന്തു പറ്റി? കുന്തം. ഞാനൊരു കാര്യം പറയാൻ ഓടി വന്നതാണ്. അച്ഛന് എന്തോ കള്ളക്കളിയുണ്ട്. എന്താ മഹി? കാര്യം കുറച്ച് ഗൗരവമുള്ളതാണെന്ന് ആ ഒറ്റ വിഷയത്തിൽ നിന്ന് മനസ്സിലായി. അച്ഛന് ആ അഭിയുമായിട്ട് എന്തോ ഇടപാടുണ്ട്. എന്ത്? അവളൊന്ന് ഭയന്നു. കാര്യമായിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. എന്ത് സംശയം? പക്ഷേ അത് ലോജിക്കലി ശരിയാകുന്നുമില്ല. നിനക്ക് എന്താ സംശയം? അവൾക്കതറിയാൻ ആകാംക്ഷ കൂടി. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഞാൻ എല്ലാം ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നിന്നോട് പറയാം. നിനക്ക് ഇപ്പോൾ ഉള്ള സംശയം എന്താ? ആകെ കൺഫ്യൂഷൻ. നീ കാര്യം പറയുന്നുണ്ടോ മഹി? ഞാൻ അന്വേഷിച്ചിട്ട് നിന്നോട് പറയാം. നീ ഒന്നിനും പോകണ്ട. ഒരു അന്വേഷണം നമുക്ക് ജയിക്കാൻ ഇങ്ങനെയൊക്കെ വേണ്ടി വരും. വേണ്ട. നിനക്ക് ഏതായാലും സന്തോഷമായില്ലേ? ഷാരി പോയി. ഇനി സ്വത്തുക്കളല്ലേ വിഷയം. അതിനുള്ള വഴിയാണ് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ ഉടായിപ്പ് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക്. അവൻ ചിരിച്ചു. നിന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്നും വേണ്ട. ഈ വിഷയത്തിൽ തീരുമാനം ഞാൻ എടുത്തോളാം. അച്ഛനെ ചോദ്യം ചെയ്യാൻ ഒരു അവസരം നോക്കി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അവൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. മഹി, എനിക്ക് കുറച്ച് പണിയുണ്ട്. വൈകിട്ട് കാണാം. അവൻ ഒരുപാട് നേരം നിന്നില്ല. മഹി, ഞാൻ പറയും. അവൻ പോയിരുന്നു ആ സമയം കൊണ്ട് തന്നെ. കാലൻ, അവനെന്നെ അന്വേഷിക്കാഞ്ഞിട്ടാണ് പ്രശ്നം. അവൾ ദേഷ്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ എടുത്തെറിഞ്ഞു. അവൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ നേരെ ഗോമതിയുടെ മുറിയിലേക്ക് പോയി. ഗോമതി കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. നിധി ചെന്ന ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കസേര ഒറ്റ തള്ളായിരുന്നു. പിന്നെ ഉറക്കെ പറഞ്ഞു, നീയ നിന്റെ മകനും കാരണം എൻ്റെ സമാധാനം ഒക്കെ പോയി. അവൾ ഗോമതിയുടെ ശരീരം പിടിച്ചു കുലുക്കി. എന്നെ പറ്റിക്കാൻ നോക്കിയാൽ നിന്റെ ഭർത്താവിനെ ഞാൻ വെറുതെ വിടില്ല. അവൾ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിരുന്നു. ഗോമതിയുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ചു. വേദന അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. അവളുടെ കൈപ്പാടുകൾ അവരുടെ മുഖത്ത് തെളിഞ്ഞു. ഉറക്കെയുള്ള നിധിയുടെ അലർച്ച കേട്ട് ശാലിനി ഓടി വന്നു. ആ സമയം നിധി ഗോമതിയെ ഉപദ്രവിക്കുകയായിരുന്നു. നിധി! ശാലിനി ഓടിച്ചെന്നു നിധിയെ പിടിച്ചു മാറ്റി. നിനക്കിതെന്താ, ഭ്രാന്ത് പിടിച്ചോ? എന്നെ വിടമ്മേ, ഞാൻ ഇവരെ കൊല്ലും. നിധി! നിധി! ശാലിനി അവളെ അടക്കി പിടിച്ചു. ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എല്ലാം ചെയ്തിട്ടും ഒടുവിൽ തോൽവി എനിക്ക് കിട്ടിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. ആരെങ്കിലും കേൾക്കുമോ എന്ന ടെൻഷനായിരുന്നു ശാലിനിക്ക്. നീ ഒന്നും മിണ്ടാതിരിക്ക്. ഗോപൻ എങ്ങാനും കേട്ടോണ്ട് വന്നാൽ? എനിക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ? ആഗ്രഹിച്ചതൊന്നും കിട്ടുന്നില്ല. എല്ലാത്തിനും അവസാനം തോൽവി മാത്രം. നീ ഒന്ന് അടങ്ങ് മോളെ. എനിക്ക് പറ്റില്ല. വേഗം തന്നെ ആ മഹിയെ എൻ്റെ തലയിൽ നിന്നും ഒഴിവാക്കണം. ചേട്ടനെ കിട്ടിയില്ലെങ്കിൽ ആ ഷാരിയെ ഞാൻ കൊല്ലും. ഗോപനെ വേറെ കെട്ടിക്കാനാണ് ശശിചേട്ടൻ്റെ പ്ലാൻ. കൊല്ലും ഞാൻ അയാളെ. എന്നെക്കൊണ്ട് ഈ കുറ്റകൃത്യം മുഴുവൻ ചെയ്തിച്ചിട്ട് അയാൾക്കെന്നെ അറിയില്ല. നമ്മളിപ്പോൾ അടങ്ങിയിരിക്കണം. ശശിചേട്ടന് ഷാരിയെ ഒഴിവാക്കാൻ ആ അഭിയുമായി ചേർന്ന് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ആദ്യം അത് കഴിയട്ടെ. ശേഷം പുതിയ പെണ്ണിനെ നോക്കുന്ന സമയം നമുക്ക് ഇറങ്ങി കളിക്കാം. അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അവസാനം കൊണ്ടുപോയി കല മുടക്കരുത്. നീ ഒന്ന് കാത്തിരിക്കും. കുറഞ്ഞത് 1 മാസം. അതുവരെ ഞാൻ മിണ്ടാതിരിക്കും. എന്നിട്ടും ചേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒന്നും മിണ്ടാതിരിക്കും നീ. അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പറയും നിധി. ഗോമതി എല്ലാം കേട്ട് കിടന്നു. അവരുടെ മുഖം മുഴുവൻ പാടായിരുന്നു. അവരുടെ വീട്ടിൽ ക്യാമറ ഇല്ലെങ്കിലും വഴിയിൽ ഒരെണ്ണമുണ്ട്. ഗോപൻ അവിടെ ഇല്ലാത്ത ദിവസം മുതലുള്ള ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ്. ഗോപൻ ആ ഓഫീസിൽ ചെന്നു. നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചിരുന്നു. അറിയാം, ശശി സാറിൻ്റെ മകനല്ലേ. ഇരിക്കൂ. താങ്ക് യു. ഞാൻ ആവശ്യപ്പെട്ടത് റെഡിയാണ്. പ്ലീസ്, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ. ഷുവർ. പിന്നെ എനിക്കിത് തന്ന കാര്യം അച്ഛനെ വിളിച്ചു പറയാൻ നിൽക്കണ്ട. ഇല്ല,